പട്ടിയുടെ ഇവന് കൂട്ടിലിട്ട് കുരങ്ങനെ പോലെ അങ്ങാട് നടന്നിട്ട് കുരങ്ങനോ? എനിക്കപ്പോൾ എത്രേ പറ്റുള്ളൂ. എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ നിന്റെ അവസ്ഥ? എടാ അവക്ക് കല്യാണാലോചന വന്നേക്കാന്ന്. ഞങ്ങൾ എന്ത് ചെയ്യണ്ടേ? എന്ത് ചെയ്യട്ടെ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സൊല്യൂഷൻ പറഞ്ഞോളാ. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ മനസ്സിനകത്ത് മുഴുവൻ അവളാണ്. ഞങ്ങൾക്കറിയാം നിന്റെ ഇഷ്ടവും സ്നേഹവും. നീ അവൾക്ക് വേണ്ടി ചാകാൻ നടക്കാണ്. പക്ഷെ ആ സ്നേഹം അവൾക്ക് നിന്നോടുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരണ്ടേ? നിങ്ങൾക്ക് ഉറപ്പ് വേണ്ട, എനിക്ക് നന്നായിട്ട് അറിയാം അവൾക്ക് എന്നോട് ആത്മാർത്ഥമാണ്. ഞാൻ അതേപോലത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ തമ്മിലുള്ള ഡീലിങ്സ്. അത് നീ തെളിയിക്കണം. അല്ലാതെ നീ അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. അല്ലാതെ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എനിക്ക് ഉറപ്പാ. ഇനി നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഞാനത് തെളിയിക്കാം. തെളിയിക്കും. അവളും എൻ്റെ വിട്ടോ വിട്ടോ വിട്ടോ, എങ്ങോട്ടെങ്കിലും പോടാ. അവന്റെ ചേട്ടാ ഒത്തിരി നേരമായോ വന്നിട്ട്? ഇതെന്ത് വഴക്കിട്ടിരിക്കണോ? എന്തൊന്നും മിണ്ടാത്തേ? ചേട്ടാ എന്തെങ്കിലും ഒരു തീരുമാനം പറ. നീയേ ആ അമേരിക്കയിലുള്ള ചെക്കനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കുക. ഈ മലമൂട്ടി കിടന്ന് നിന്റെ ഭാവി കളയണ്ട. നിങ്ങളിത് എന്ത് വർത്താനേ പറയണേ? ഇതിനു വേണ്ടിയാണോ നമ്മൾ സ്നേഹിച്ചത്? അങ്ങനെ പെട്ടെന്ന് എല്ലാം നിർത്തി പോവാന്ന് പറഞ്ഞാ നിങ്ങൾ അയൽക്കൂട്ടത്തിൽ നിന്ന് അമ്മേനെ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ട് ആ കാശ് എനിക്കല്ലേ കൊണ്ട് തന്നത്? നിങ്ങൾക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന ഓട്ടോ അതും കൊണ്ട് വിറ്റിട്ട് ആ കാശും എനിക്കല്ലേ തന്നത്? അപ്പം എൻ്റെ കിഡ്നി പറ്റിയ പൈസയോ? അല്ല അത് ഞാൻ മറന്നുപോയി. നിനക്ക് മറക്കാൻ പറ്റും, മുറിവെൻ്റെ ശരീരത്തിലല്ലേ? അല്ല ശരിയാണ്, ചേട്ടന് കിഡ്നി വിറ്റ കാശും എനിക്കാ തന്നത്. ഇത്രയൊക്കെ ചെയ്ത് ചേട്ടനെ ഞാൻ വിട്ടിട്ട് വേറെ ആളെ കെട്ടണമെന്നാണ് ചേട്ടൻ പറയണത്. ഇവൾ എന്നെ വിട്ടു പോവില്ല എന്ന് ആ പൊട്ടന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? സെൻറ്റിമെൻറ്റ്സിൽ വീഴാത്ത കാമുകിമാരുണ്ടോ? കുറച്ചും കൂടെ സെൻറ്റിമെൻറ്റ്സ് ഇട്ട് നോക്കാം. നീ എന്നെ നോക്കണ്ട, നീ നിൻ്റെ ജീവിതം നോക്കി പൊക്കോ. എൻ്റെ കൂടെ പൊക്കോ. ഞാൻ നല്ല മനസ്സോടെ പറഞ്ഞേ, പൊക്കോ. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങളുടെ ഈ വൃത്തികെട്ട മോന്ത എനിക്ക് കാണണ്ട. എനിക്കിനി കാണേ വേണ്ട. ദൈവത്തേക്ക് വിളിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്കിയേട്ടാ, മനുഷ്യനെ പേടിപ്പിക്കാണ്ട്. എന്റെ അമ്മേ പിടിച്ചേനെ.